ഞാൻ ഒന്ന് ചെയ്യുന്നതായിരിക്കും ഐസ് വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെം സെൽ ഡേ -2 ആണിന്ന്. ഇപ്പം ഇന്നലെയും ഇന്നും ഒരു കീമോ ഉണ്ട്. ഇപ്പം വേറെ കീമോ പോയിക്കൊണ്ടിരിക്കുക. ഇനി വരാൻ പോകുന്ന കീമോ ഉണ്ട്. അതിൻ്റെ പേര് മെൽഫ്ലാൻ എന്നാണ്. ആ കീമോയ്ക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ വായെല്ലാം പൊട്ടും, തൊണ്ട ഫുൾ GI സിസ്റ്റം പൊട്ടും താഴെ വരെ. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുന്നത്, അത് തുടങ്ങുന്നതിന് മുമ്പ് ഒരു ½ മുമ്പ് പോയിട്ട് നമ്മൾ ഐസ് വായക്കകത്ത് ഇട്ടിങ്ങനെ നമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. ഐസ്, പോപ്സിക്കിൾസ് അല്ലെങ്കിൽ ഫ്രോസൺ ഐസ്ക്രീം, അങ്ങനെ ഫ്രീസ് ചെയ്ത് എന്തെങ്കിലും സാധനം 1/2 മണിക്കൂർ തുടങ്ങി ത്രൂ ഔട്ട് ആ കീമോ 2 മണിക്കൂർ തീരുന്ന മതി. കീമോ കഴിഞ്ഞ് 2 മണിക്കൂറും കൊണ്ട്, അതായത് മൊത്തം ഒരു ആ കീമോ 1/2 മണിക്കൂറാണ് പോകുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ മുമ്പ്, 1/2 മണിക്കൂർ വിത്ത് കീമോ 1 അവർ, പിന്നെ 2 മണിക്കൂർ, മൊത്തം ഒരു 3 മണിക്കൂർ ഇങ്ങനെ ഐസ് തിന്നുകൊണ്ടിരിക്കണം. ഒരു ഫുൾ ഐസ് ഉണ്ട്, ഇത് കൊടുത്ത ഒരു കണ്ടെയ്നറും ഉണ്ട്. പിന്നെ കുറച്ച് പോപ്സിക്കിൾസ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രോസൺ ഐസ്ക്രീം കുൾഫിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുൾഫി ഒത്തിരി കഴിക്കാൻ പോയത് ഒത്തിരി മധുരമല്ല, ഡയറി പ്രോഡക്റ്റ്, അതുകൊണ്ട് അത് ഒന്നങ്ങനെ കഴിക്കത്തുള്ളൂ. ഈ ഐസ് മടുക്കുമ്പോൾ അത് കഴിക്കും. ഇന്നലെ കഴിച്ചു ടോസ്റ്റർ. എന്നാൽ ഇത് കഴിച്ചാൽ തന്നെ ഇതിന് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലർക്ക് മൗത്ത് മ്യൂക്കോസൈറ്റിസ്, അതായത് ഓറൽ സോഴ്സ് ഒന്നും വരത്തില്ല. കൂടുതൽ ആൾക്കാർക്കും വരും. നല്ല വേദനയായിരിക്കും എല്ലാം. നമുക്ക് നോക്കാം. ഇന്ന് ഡേ -2 ആണ്. നാളെ റേഡിയേഷൻ, മറ്റന്നാളായിരിക്കും സ്റ്റെം സെൽ കിട്ടാൻ പോകുന്നത്. ഓക്കെ, സോ അതാണ് ഇന്നത്തെ. അതോടെ കഴിഞ്ഞ കീമോ അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. പിന്നെ ജസ്റ്റ് ഹൈഡ്രേഷന് വേണ്ടിയിട്ടുള്ള IV ആയിരിക്കും. അതാണ് ഈ വലിയ ബാഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, പ്ലെയിൻസ് ആയിരിക്കുന്നത്. പിന്നെ ഒരു ബാഗിൽ ഒരു കീമോ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ബാഗിൽ ആൻറ്റി ഫംഗൽ മെഡിസിൻ, അത് സ്റ്റെം സെൽ വരാൻ പോകുന്ന എല്ലാ പേഷ്യൻസിനും ഒരു ആൻറ്റി ഫംഗൽ കാണും, ഒരു ആൻറ്റി വൈറൽ കാണും, ഒരു ആൻറ്റിബയോട്ടിക്കും കാണാറുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് കാണും. ബൈ.